അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കല്ലൂസിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാണ്. അപ്പം കല്ലൂസ് ചെറുതായതുകൊണ്ട് അവൾക്ക് അങ്ങനെ അറിഞ്ഞൂടല്ലോ എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കണ്ണുമണിക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കേട്ടോ, ഇതിലൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ധൃതിപ്പെട്ട് നിൽക്കുന്നതും കൺമണിയാണ്. അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ വരാനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഇത്രയും നേരം എനിക്ക് ഒരു സമാധാനം തന്നിട്ടില്ല. ഇങ്ങനെയേ ചുറ്റിപ്പറ്റി ഇതിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം നമുക്ക് നോക്കാം ഇതിലൊക്കെ എന്താണെന്ന്. ഒരു സൈക്കിളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ സൈക്കിളിനെ ഇനി സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെയാണ് അച്ഛനും മോളും കൂടെ. അപ്പോൾ അച്ഛൻ്റെ കൂടെ മോളും കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തുറക്കാനായിട്ട് നമ്മളെ കണ്ണൂസിനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ സൈക്കിൾ കണ്ടുകൊണ്ട് അവൾ കുറച്ച് നേരം കൊണ്ടേ ഇതിൻ്റെ ബാക്കിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ വാരി എത്രയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അച്ഛനും മോളും കൂടെ സൈക്കിള് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈക്കിൾ എന്തായാലും നമ്മളെ കല്ലൂന് ഉപയോഗിക്കാറൊന്നും ആയില്ല. അപ്പോൾ ഇത് കണ്ണൂസ് തന്നെ എടുക്കും. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കിട്ടിയെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് എന്നതാണ് ഒരു അടിപൊളി ഡോളാണ്. അതിൽ കല്ലൂനെ ഇരുത്താൻ പറ്റും ആ കണക്കിനുള്ള ഒരു ഡോളാണ്. അതിനൊരു ബെൽറ്റൊക്കെ ഉണ്ട്. വീണ്ടും ഒരു ഡോള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ടൊരു ഡ്രസ്സാണ്, ഒരു റെഡ് കളർ ഫ്രോക്കാണ്. നമുക്ക് നോക്കിയാലോ. ഒരു അടിപൊളി ഡ്രസ്സാണ്, ഒരു അടിപൊളി ഡ്രസ്സ്, റെഡ് കളർ ഡ്രസ്സാണ് കേട്ടോ. ഒരു ഫ്രോക്കാണ്. ഡ്രസ്സ് തന്നെയാണ് കൂടുതൽ ഓൾമോസ്റ്റും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത ഒരു ഡ്രസ്സാണ്, ഇതുപോലെ ഒരു സെറ്റാണ്, ഒരു പാവാട ഉടുപ്പും പോലത്തെയാണ്. അടുത്തതും ഒരു ഡ്രസ്സാണ്, ഒരു അടിപൊളി മെറൂൺ കളർ ഫ്രോക്കാണ്. ഇതിൽ കാണുമ്പോൾ റെഡായിട്ട് തോന്നും, പക്ഷെ റെഡ് അല്ല കേട്ടോ, ഇച്ചിരി മെറൂൺ കളറിലുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ്. അടുത്തത് അതും ഡ്രസ്സാണ്. അത് ഇങ്ങനത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ, ഇതുപോലത്തെ ഒരു ഫ്രോക്കാണ്. നെക്സ്റ്റ് കിട്ടിയത് ഒരു ഫ്രോക്കാണ്, ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. കൂടുതൽ ഫ്രോക്കാണ് കിട്ടിയെന്ന് തോന്നുന്നു. അടുത്തത് ഒരു പാൻറ്റും ഉടുപ്പുമാണ് കേട്ടോ. പാൻറ്റും അതിൻ്റെ സെറ്റായിട്ടുള്ള ഒരു ടീഷർട്ടുമാണ്. നെക്സ്റ്റ് ഒരു ഫ്രോക്കാണ്, അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഈ പട്ടിൻ്റെ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ കൊള്ളാം, ഒരു പീച്ച് കളറിൽ വയലറ്റ് ഷെയ്ഡ് പറഞ്ഞ ഒരു ഫ്രോക്ക്. അടുത്തത് 2 സെറ്റ് ഡ്രസ്സാണ്. ഇതുപോലത്തെ 2 സെറ്റാണ് കേട്ടോ. ഒന്നൊരു ദുങ്കര സെറ്റ് പോലത്തതും ഒന്ന് ഒരു ഫ്രോക്കുമാണ്. ഇപ്പം എടുത്തതിൽ ഒരു പട്ടുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു റോസ് പിങ്ക് കളറിൽ ഒരു പട്ടുപാടയാണ്, വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി പട്ടുപാടയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു പർപ്പിൾ കളർ ഫ്രോക്കാണ്, ഒരു ഗൗൺ പോലത്തെ ഒരു ഫ്രോക്ക്, അടിപൊളി, നല്ല ഭംഗിയുണ്ട്. അടുത്തത് വന്നിട്ട് ഒരു പർപ്പിൾ കളറിലുള്ള ഒരു മിഡിയും ടോപ്പും അങ്ങനത്തെ ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഒന്ന് ഒരു ഫ്രോക്ക് പോലത്തെയാണ്, അതിൽ കോട്ടൂടെ ഉള്ള ഫ്രോക്ക് പോലത്തെയാണ് കിട്ടിയത്. നമുക്ക് ഒരു ഗിഫ്റ്റാണ്. അപ്പം നമുക്ക് അതെന്താണെന്ന് ഒന്ന് നോക്കാം. കൊള്ളാം, ഇതൊരു റോബോട്ടാണ്, ബാറ്ററി ഇട്ടാൽ ഓടുന്ന റോബോട്ടാണെന്ന് തോന്നണം. നമുക്ക് പൊട്ടിച്ചു നോക്കാം. റോബോട്ടാണ് കേട്ടോ, ബാറ്ററി ഇട്ടിട്ട് ഓടുന്നതാണ് സംഭവം. ഇത് കണ്ടപ്പോൾ നമ്മളെ കണ്ണൂസ് ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പാഴ്സലാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബോക്സ് പൊട്ടിച്ചപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലുള്ള മിഡിയും ടോപ്പുമാണ് കേട്ടോ. പിന്നെ ഒരു ഫ്രോക്കാണ്, നല്ല ഭംഗിയുണ്ട്, മഞ്ഞ കളറിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു പലാസോ സെറ്റാണ് കേട്ടോ. അടുത്തത് ഒരു വൈറ്റ് ഫ്രോക്കാണ് കേട്ടോ. വൈറ്റിൽ ഒരു പീച്ച് റിബണൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ്. ഒരു ബനിയൻ സെറ്റാണ്, ബനിയൻ സെറ്റ്.
വീണ്ടും ഒരു ഫ്രോക്കാണ് കേട്ടോ. ഈ വലിയ ഫ്രോക്കൊക്കെ എൻ്റെ കണ്ണൂസിന് തന്നെ ഇടും. കണ്ണൂസ് അടിച്ചു മാറ്റിക്കോളൂ അല്ലേ മക്കളെ. ഇനി പിന്നെ കിട്ടിയത് ഒരു മിഡി സെറ്റാണ്. മിഡി അല്ല, പാൻസ്, ഷോർട്ട് പാൻസ് പോലത്തതും അതിൻ്റെ ഒരു സെറ്റുമാണ് കേട്ടോ. അടുത്തത് ഒരു റോംബർ കണക്കത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു പർപ്പിൾ കളറിൽ വൈറ്റ് കൂടെ ചേർന്നിട്ടുള്ള നെറ്റിൻ്റെ ഷെയ്ഡൊക്കെ ഉള്ളൊരു ഭംഗിയുള്ളൊരു ഫ്രോക്കാണേ. അടുത്ത ഒരു ഫ്രോക്കാണ്, ഒരു കോട്ടൺ ടൈപ്പിലുള്ളതുകൊണ്ട് ഒരു ഫ്രോക്കാണ് കേട്ടോ. വീണ്ടും ഒരു ഗിഫ്റ്റാണ്, നമുക്ക് നോക്കാം എന്താണെന്ന്. ഇതൊരു താറാവാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മിഡി സെറ്റാണ് കേട്ടോ. റെഡും ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിഡിയും ടോപ്പുമാണ്. നെക്സ്റ്റ് വീണ്ടും ഒരു സ്കേർട്ടും ടോപ്പുമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കിട്ടിയ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു മെറൂൺ പോലത്തതും പിന്നെ പർപ്പിളും ആണ്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡുമാണ് കൂടുതൽ കിട്ടിയത്. ഇത് സ്കേർട്ടും ടോപ്പുമാണ്, ഒരു വൈറ്റ് മെറൂൺ കോമ്പിനേഷനിലുള്ള. ലാസ്റ്റ് ഇതും കൂടെയാണ് കേട്ടോ. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കിട്ടിയത് ഒരു ടോയ് ആണേ. ഈ ടോയ്സൊക്കെ നമ്മുടെ കണ്ണൂസിനാണ് കേട്ടോ. കണ്ണുവാണ് എടുത്തുകൊണ്ട് ഓടുന്നത്. കല്ലൂന് വാവയ്ക്കും കൊടുക്കണം. ഇങ്ങനത്തെ ഒരു കീബോർഡാണ് കേട്ടോ. മ്യൂസിക് കേൾക്കണം കീബോർഡാണ്. അതിൻ്റെ കാര്യത്തിൽ കൺമണി തന്നെ തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ സൈക്കിളിൻ്റെ പണി ഏകദേശം തീരാറായി. ചെറുതായിട്ട് ഫിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കണ്ണൂസ് അതിൻ്റെ മണ്ടയ്ക്കറി എടുപ്പ് തുടങ്ങി കേട്ടോ. അപ്പം ഡ്രസ്സൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ഇത്രയും ഗോൾഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 2 റിങ്ങും കമ്മൽ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളെ കല്ലൂസിന് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയണത്.